പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിക്ക് മുന്നിലെ പ്രതിഷേധത്തിനിടെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ ബലമായി കസ്റ്റഡിയിലെടുത്ത് പോലീസ്. രാഹുൽ ഗാന്ധിക്ക് നേരെ പോലീസിന്റെ ബലപ്രയോഗമുണ്ടായി. രാഹുൽ ഗാന്ധി പിടിവലിക്കിടെ നിലത്തുവീണു. രാഹുലിനെ വലിച്ചിഴച്ച് വാഹനത്തിൽ കയറ്റാനാണ് പോലീസ് ശ്രമിച്ചത്. പിടിവലിക്കിടെ രാഹുൽ ഗാന്ധിക്ക് പരിക്കേറ്റു. രാഹുലിന്റെ മൂക്കിനാണ് പരിക്കേറ്റത്. രക്തമൊലിപ്പിച്ച മുഖവുമായി രാഹുൽ പോലീസ് വാഹനത്തിലിരിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടുണ്ട്. ഇതാണ് ഇന്ത്യയിലെ ജനാധിപത്യം എന്നാണ് ബലം പ്രയോഗിച്ചു തന്നെ നീക്കാൻ ശ്രമിക്കുന്നതിനിടെ രാഹുൽ ഗാന്ധി പറഞ്ഞത്. പിന്നാലെ പ്രധാനമന്ത്രിക്കെതിരെ പരിഹാസവുമായി കോൺഗ്രസ് രംഗത്തെത്തി. ഔദ്യോഗിക എക്സ് അക്കൗണ്ടിലൂടെയായിരുന്നു പരിഹാസം. ഭയചകിതനായ പ്രധാനമന്ത്രി എന്ന തലക്കെട്ടോടെയാണ് കോൺഗ്രസ് നരേന്ദ്രമോദിയുടെ ചിത്രം പങ്കുവച്ചത്. നരേന്ദ്രമോദി ഒരു കർട്ടന് പിന്നിലും മറഞ്ഞു നിൽക്കുന്ന ചിത്രവും രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെ ഡൽഹിയിലെ പ്രതിഷേധത്തിനിടെയുള്ള ചിത്രവും ചേർത്താണ് കോൺഗ്രസിന്റെ പോസ്റ്റ്. കെ.സി. വേണുഗോപാൽ ഉൾപ്പെടെയുള്ള എംപിമാരെ വലിച്ചിഴച്ചാണ് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയത്. ഉത്തർപ്രദേശ് മുൻ മുഖ്യമന്ത്രി അഖിലേഷ് യാദവും രാഹുൽ ഗാന്ധിക്കൊപ്പം പ്രതിഷേധ സ്ഥലത്തുണ്ടായിരുന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. അഖിലേഷിനെയും പോലീസ് ബലം പ്രയോഗിച്ച് നീക്കാൻ ശ്രമിക്കുകയാണ്. പ്രിയങ്ക ഗാന്ധിയെയും ബലം പ്രയോഗിച്ച് നീക്കം ചെയ്യാൻ ശ്രമം നടത്തി. പ്രിയങ്ക ഗാന്ധിയെ പോലീസ് വാഹനത്തിനുള്ളിലേക്ക് തളളിക്കയറ്റാനാണ് പോലീസ് ശ്രമിക്കുന്നത്. എന്നാൽ പ്രിയങ്ക വാഹനത്തിൽ കയറാൻ കൂട്ടാക്കാതെ പ്രതിരോധിച്ച് വാഹനത്തിന്റെ പടികളിൽ തുടരുകയാണ്. കേന്ദ്ര സർക്കാരിനോട് പ്രധാനമായും 5 ആവശ്യങ്ങളാണ് കോൺഗ്രസ് ഉന്നയിച്ചത്. നീറ്റ് പരീക്ഷയെഴുതി ജീവനൊടുക്കിയ വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണം. പാർലമെന്റില് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വിഷയത്തിൽ പ്രതികരിക്കണം. വിദ്യാഭ്യാസ മന്ത്രി ഉടന് രാജിവെക്കണം. വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് അതിക്രമത്തില് അന്വേഷണം വേണം. പാർലമെന്റ് നിർത്തിവെച്ച് വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ ചർച്ച ചെയ്യണം എന്നിവയാണ് കോൺഗ്രസ് ഉന്നയിച്ച ആവശ്യങ്ങൾ.